പാലാ നഗരസഭാ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സ്വതന്ത്ര കൂട്ടായ്മ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനെ പിന്തുണയ്ക്കുമെന്ന് ബിനു പുളിക്കക്കണ്ടം. സ്വതന്ത്ര കൂട്ടായ്മ BJP സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്ന പ്രചരണം വാസ്തവ വിരുദ്ധമെന്നും സ്വതന്ത്ര കൂട്ടായ്മ അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിലെ സ്വതന്ത്ര കൂട്ടായ്മ അംഗങ്ങൾ BJP സ്ഥാനാർത്ഥിയായ ഷോൺ ജോർജിന് പിന്തുണ നൽകുമെന്ന തരത്തിൽ നടക്കുന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്ന് സ്വതന്ത്ര കൂട്ടായ്മ അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ ഇന്ന വ്യക്തിയുടെ കൂടെ ഫോട്ടോ എടുക്കില്ല എന്നുള്ളൊരു തീരുമാനം ഒരിക്കലും ഒരു നഗരസഭ അധ്യക്ഷയ്ക്ക് ചേർന്ന ഒരു തീരുമാനമായിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഞങ്ങൾ UDF ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൗൺസിലർമാരോടും ഇപ്പോൾ വേറെ ഏത് പാർട്ടി LDF ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ ആ പാർട്ടിയിലുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കരുതെന്ന് ഇന്നേ വരെ ഞങ്ങൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. നമ്മളൊരു ജനാധിപത്യ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പലരെയും കാണുന്നുണ്ട്, അവരോടൊക്കെ ഇടപെടുന്നുണ്ട്, അവരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഫോട്ടോ എടുക്കില്ല, ഞാൻ ഇങ്ങനെ എടുക്കില്ല എന്ന് പറയുന്ന ഒരു മര്യാദയ്ക്ക് ചേർന്നൊരു കാര്യമല്ല. ഞങ്ങൾ UDF കൗൺസിലേഴ്സ് അങ്ങനെ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യത്തുമില്ല. നമ്മളെല്ലാ ദിവസവും ഒത്തിരി പേരെ കാണുന്നുണ്ട്. പക്ഷെ അതിനകത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പള്ളിയിലച്ഛൻ ഉൾപ്പെടെയുള്ള ഒരു ഫോട്ടോയിൽ നിന്ന് ക്രോപ്പ് ചെയ്ത് എന്നെ വേറെ ഒരു പൊളിറ്റീഷ്യനെ മാത്രം ചേർത്ത് അതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നാളെ ഞാനിപ്പോൾ LDF കൗൺസിലറിനെ കണ്ടു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മന്ത്രിയായിട്ട് ഫോട്ടോ എടുത്തു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് ഒരിക്കലും ഈ കുട്ടി LDF ചേർന്നു എന്ന് ഒരിക്കലും ഇനി ചിലപ്പോൾ പറയുമെന്നും അറിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഞാൻ ഇതിന് ഒത്തിരി ഇമ്പോർട്ടൻസും കൊടുത്തില്ല. ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലേഴ്സ് എല്ലാവരും കൂടി ഇരിപ്പുണ്ട്. ഞങ്ങൾ പറഞ്ഞ നാളെ ഇപ്പം ആൾക്കാരെ കാണും, ഫോട്ടോ എടുക്കും, അതിൻ്റെതായിട്ടുള്ള വില മാത്രമേ കൽപ്പിക്കാവുള്ളൂ എന്ന് പറയാം. പാലായിലെ സ്വതന്ത്ര കൂട്ടായ്മയുടെ ഭാഗമായി നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ നിന്നും ജയിച്ചു വന്നതിന് ശേഷം UDF പിന്തുണയോടെയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സണായി സ്ഥാനമേറ്റത്. കൂട്ടായ്മ അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം, ബിജു പുളിക്കക്കണ്ടം, ദിയ ബിനു പുളിക്കക്കണ്ടം എന്നിവർ UDFിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇക്കാരണത്താൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വിജയത്തിന് വേണ്ടിയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മാണി സി കാപ്പനു വേണ്ടിയും സ്വതന്ത്ര കൂട്ടായ്മ കൗൺസിലേഴ്സ് ശക്തമായ പ്രചരണ രംഗത്തുണ്ടാകുമെന്ന് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഞങ്ങൾ BJP സ്ഥാനാർത്ഥിക്ക് ഒപ്പമാണെന്നും BJPയുടെ രാഷ്ട്രീയ നിലപാടുകളോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും എന്ന് സോഷ്യൽ മീഡിയകളിലൂടെ നവമാധ്യമങ്ങളിലൂടെ തീർത്തും അവാസ്തവമായ പ്രചരണം, അത് പല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബപരമായും അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ചടങ്ങുകളിലെ ഫോട്ടോകൾ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് വളരെ തെറ്റായ പ്രചരണം നടന്നു വരുന്നു. അതിലേറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായിരുന്നു ചെയർപേഴ്സണെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്വകാര്യ സ്ഥാപനം ഒരു ഫ്ലെക്സ് പ്രിന്റിങ്ങിന് അവർ കൊണ്ടുവന്ന ഏറ്റവും നൂതനമായ ഒരു മെഷീൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തിയത് ചെയർപേഴ്സണായിരുന്നു. ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ ചടങ്ങിൽ വികാരിയച്ഛൻ ഉൾപ്പെടെ പാലായിലെ എല്ലാ രാഷ്ട്രീയ കക്ഷിയിലുംപ്പെട്ട നേതാക്കന്മാരും അതുപോലെ വ്യാപാരി സുഹൃത്തുക്കളും BJPയുടെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും എല്ലാം പങ്കെടുത്തിരുന്നു. അവരത് ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കുകയും ആ പ്രസ്ഥാനം നടത്തുന്നവർ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിനായി അവരുടെ അക്കൗണ്ടിൽ കൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ ഫോട്ടോ ക്രോപ്പ് ചെയ്തുകൊണ്ട് ഒരു BJP സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ മത്സരിക്കുമെന്ന് നാമെല്ലാം കരുതുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്ന് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഞങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ BJPക്ക് പിന്തുണ നൽകുന്നു അല്ലെങ്കിൽ BJPയുടെ വിജയത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് തികച്ചും അവാസ്തവമായ പ്രചരണം വലിയ തോതിൽ നടക്കുകയും അതിന് ഒരു പ്രചരണം കൊണ്ട് അവസാനിക്കാതെ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം വിവിധ രീതിയിലുള്ള ഫോട്ടോകൾ വിവിധ രീതിയിലുള്ള ക്രോപ്പ് ചെയ്തതും ഉണ്ടാക്കിയെടുത്തതുമായ പ്രചരണങ്ങൾ അയച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ മീഡിയയെ അഭിമുഖീകരിച്ചത്. ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വതന്ത്ര കൂട്ടായ്മയായി മത്സരിച്ച് ജയിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നില്ല, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമല്ല. പക്ഷേ ഞങ്ങൾക്ക് പിന്തുണ തന്നിരിക്കുന്നത് UDF ആണ്. അപ്പോൾ UDFിൻ്റെ നിലപാടുകൾക്കൊപ്പമായിരിക്കും ഈ കൗൺസിൽ കാലയളവിൽ ഞങ്ങളുടെ നിലപാടെന്ന് അത് പരസ്യമായ ഒരു രഹസ്യമാണ്. രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരാൾക്കും രാഷ്ട്രീയ വിശകലനം നടത്തുന്ന യാതൊരാൾക്കും അത് ഉത്തമ ബോധ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ തലക്കെട്ടുകൾ മാത്രം വായിച്ചു പോകുന്ന പത്രം വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് അതിൻ്റെ തലക്കെട്ടുകൾ മാത്രം വായിക്കുമ്പോൾ ഇതിലെന്തോ വലിയ നിഗൂഢതയുണ്ട്. ഞാനറിയാം, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ പോലും എങ്ങനെ സാധിക്കുന്നൊരു കാര്യമാണ് 14 അംഗ നഗരസഭാ കൗൺസിലിൽ കേവലം ഒരു അംഗത്തിൻ്റെ മാത്രം ഭൂരിപക്ഷത്തോടെ ചെയർപേഴ്സൺ
ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ UDF ഭരിക്കുമ്പോൾ ഞങ്ങൾക്കെന്നല്ല ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പോലും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചിന്തിച്ചാൽ പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ പോലും സാധിക്കാത്ത ഒരു രാഷ്ട്രീയ സത്യം നിലനിൽക്കെ തികച്ചും അവാസ്തവമായി നടത്തുന്ന ഈ പ്രചരണത്തിൽ ഞങ്ങൾക്ക് അതിയായ പ്രതിഷേധമുണ്ട്. അത് രാഷ്ട്രീയ പൊതുസമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇതിന് പിന്നിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിവിരോധം എന്നതിനെ ഞാൻ തെളിച്ചു പറയുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ കാര്യവും കഴിഞ്ഞ 5 വർഷക്കാലത്തെ നഗരസഭയിലുണ്ടായ വിവിധങ്ങളായ പ്രശ്നങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോഴും നമ്മൾ ഒരു വാക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു, കാലത്തിന്റെ കാവ്യനീതിയാണ് ഈ നഗരഭരണത്തിൽ സംഭവിച്ചതെന്ന്. എന്നാൽ കാലത്തിന്റെ കാവ്യനീതി ശ്രീ ജോസ് കെ മാണിക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം ജോസ് കെ മാണിയും BJPയും ചേർന്നുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രമേ അവരുടെ ഈ സ്വപ്നങ്ങൾക്ക് ആയുസുള്ളൂ. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിലെ 26 വാർഡുകളിൽ 9 ഇടത്ത് BJP സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നുള്ളൂ. ആ 9 വാർഡുകളിൽ സ്വതന്ത്ര കൂട്ടായ്മ സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് 3 വാർഡുകളിൽ മത്സരിച്ചത്. വസ്തുത ഇതായിരിക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പുളിക്കക്കണ്ടം കൗൺസിലർമാരുടെ പിന്തുണ BJP സ്ഥാനാർത്ഥിക്കാണെന്ന തരത്തിൽ നടത്തുന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. BJPയുടെയോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെയോ മാത്രം ആയിട്ടുള്ള ഒരു പ്രചരണമോ അല്ലെങ്കിൽ ഒരു ആക്രമണമായിട്ട് ഞങ്ങളിതിനെ കാണുന്നില്ല. അതിലും മുകളിലായി, അതിലും ഉപരിയായി കേവലം 2 മാസം കൊണ്ട് ചെയർപേഴ്സൺ എന്ന രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ പാലായിൽ പ്രവർത്തിക്കുന്നതിന് ഞങ്ങളുടെ സ്വതന്ത്ര കൂട്ടായ്മയോടൊപ്പം അല്ലെങ്കിൽ പാലായിലെ 14 അംഗങ്ങൾ ഉൾപ്പെടുന്ന UDF നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ജോസ് കെ മാണി, പേര് തന്നെ എടുത്തു പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ജോസ് കെ മാണിക്കും അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ പിന്തുണ ശ്രീ മാണി സി കാപ്പൻ എന്നുള്ള പരസ്യമായ ഞങ്ങളുടെ നിലപാട് അവർക്ക് രാഷ്ട്രീയപരമായി ദൂഷ്യം ചെയ്യും. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ചെയർപേഴ്സൺ ഉൾപ്പെടെ ഞങ്ങളെല്ലാം പ്രചരണ രംഗത്തേക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയപരമായി മാണി സി കാപ്പന് ഗുണം ചെയ്യുമെന്നുള്ള ഒരു ഭീതി കൊണ്ട്, അല്ലെങ്കിൽ പാലായിൽ ശ്രീ ജോസ് കെ മാണി പരാജയപ്പെടുമെന്ന അദ്ദേഹത്തിൻ്റെ പരാജയ ഭീതിയും BJPയുമായിട്ടുള്ള അവരുടെ ഒരു രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുമാണ് ഈ 2 കൂട്ടരും കൂടി ഞങ്ങൾക്കെതിരെ ഇതുപോലെ തെറ്റായ ഒരു പ്രചരണം നടത്തുന്നതിന് തയ്യാറായതെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. കാലാകാലങ്ങളായി കേരള കോൺഗ്രസിന്റെ നേതൃത്വം കൈയാളിയിരുന്ന നഗരസഭാ ഭരണം നഷ്ടമായതിന്റെ അസഹിഷ്ണുതയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടത്തിയ ശക്തമായ ഇടപെടലുകളുമാണ് കുപ്രചരണങ്ങളിലൂടെ വെളിവാകുന്നത്. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൂതന ആശയങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെ ഇകഴ്ത്തി കാണിക്കാനായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നഗരസഭാ പ്രതിപക്ഷവും പരാജയ ഭീതിയുള്ള ജോസ് കെ മാണിയും മുന്നോട്ട് വരുന്നത്. സ്വതന്ത്ര കൂട്ടായ്മ UDFന്റെ വിജയത്തിനായി മാണി സി കാപ്പന്റെ വിജയത്തിനായി പാലായിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കും. കാലത്തിന്റെ കാവ്യനീതി ജോസ് കെ മാണിക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്നും ആയതിനുവേണ്ടി ജോസ് കെ മാണിയുടെ പരാജയം പാലായിൽ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സ്വതന്ത്ര കൂട്ടായ്മ പ്രചരണത്തിൽ പങ്കെടുക്കുമെന്നും ബിനു പുളിക്കക്കണ്ടവും ബിജു പുളിക്കക്കണ്ടവും ദിയ ബിനു പുളിക്കക്കണ്ടവും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.